MLAക്കും പറയാനുണ്ട്. ഷെക്കേന ന്യൂസിൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഷെക്കേന ന്യൂസിൻ്റെ പ്രത്യേക പരിപാടി ഇന്ന് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലാണ്. NK അക്ബറാണ് ഗുരുവായൂർ MLA. MLAക്ക് ഗുരുവായൂർ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും കുറിച്ച് നമുക്ക് MLAയിൽ നിന്നറിയാം. ഞാൻ നേരത്തെ കഴിഞ്ഞ 5 വർഷം ഗുരുവായൂരിൻ്റെ ജനപ്രതിനിധിയായിരുന്നു. അന്ന് തുടങ്ങി വെച്ചതും പൂർത്തീകരിച്ചതുമായ കുറേ പദ്ധതികളുണ്ട്, തുടങ്ങേണ്ടതായ പ്രധാനപ്പെട്ട പദ്ധതികളുമുണ്ട്. ഇപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം മമ്മിയൂരിലെ ഗതാഗതക്കുരുക്കാണ്. ആ ഗതാഗതക്കുരുക്കിൻ്റെ പരിഹാരത്തിന് വേണ്ടി നേരത്തെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൻ്റെ സോയിൽ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം മമ്മിയൂരിലെ ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തും വരുന്ന റോഡുകൾ, അതിലിപ്പോൾ കുന്നംകുളം ചാവക്കാട് റോഡും പൊന്നാനി ഗുരുവായൂർ റോഡുകളും എല്ലാം ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തിരക്കാണ്. ഇതിന് പുറമെ പുന്നത്തൂർ ആനക്കോട്ടയിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളുണ്ട്, ശീവേലി ഉൾപ്പെടെ. അവിടേക്ക് ആനയെ കൊണ്ടുവരണം. ഈ ആന ഈ റോഡിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളുടെ ബുദ്ധിമുട്ടും ഒക്കെ കൂടി വരുമ്പോൾ ഈ ഹോണടി ചില ആനകൾക്ക് പറ്റുന്നില്ല. ആനയെങ്ങാനും വയലൻ്റായി പോയാൽ വലിയ ദുരന്തം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈ ഓവർ അനിവാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരു ആലോചന. ഞാനത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി പുതിയ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. കഴിഞ്ഞ സർക്കാർ ആ സോയിൽ ടെസ്റ്റിങ്ങിന് വേണ്ടി പൈസ നീക്കി വെക്കുകയും ടെസ്റ്റ് നടത്തുകയും എസ്റ്റിമേറ്റ് നടപടികളെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന ആഗ്രഹം. ഭാരത് മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ആലോചനയുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ചാട്ടുകുളം മുതൽ വില്യംസ് വരെയുള്ള ദേശീയപാതയുടെ 66 ബന്ധിപ്പിക്കുന്ന ഒരു വികസിച്ച റോഡാണ്. അത് 6 വരിപ്പാത വേണം എന്ന ഒരു തരത്തിലാണ് അതിൻ്റെ പ്രപ്പോസൽ വന്നിട്ടുള്ളത്. അത് വന്നാലാണ് നമ്മുടെ ഒരു വലിയ ഗതാഗതക്കുരുക്ക് പരിഹാരം. 4 വരിപ്പാത എന്ന രീതിയിലെങ്കിലും അത് വന്നാലാണ് നമുക്ക് ദേശീയപാത 2 ദേശീയപാതകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യമായി വരേണ്ടത്. മറ്റൊന്ന്, നമ്മുടെ ഗുരുവായൂരിലെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദേവസ്വം സ്ഥലമെടുപ്പ്. 100 മീറ്റർ കൂടി വീണ്ടും സ്ഥലമെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം വലിയ ആശങ്ക അവിടുത്തെ ആളുകളിൽ വന്നിട്ടുണ്ട്. കാരണം നേരത്തെ എടുത്ത സ്ഥലം ഇപ്പോഴും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഒരു DPR ഉണ്ടാക്കുന്നത്. സ്ഥലം വിട്ടുതരാൻ നാട്ടുകാർ മുഴുവൻ സന്നദ്ധമായിട്ടുണ്ട്. പക്ഷേ DPR വേണ്ടേ? ഒരു DPR തയ്യാറാക്കിയിട്ടേ സ്ഥലം എടുക്കാവൂ എന്നാണ് അവിടുത്തെ ആളുകളുടെ ആവശ്യം. എടുത്ത സ്ഥലത്ത് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഒരു DPR ഉണ്ടാക്കി മാത്രമേ സ്ഥലം എടുക്കാവൂ എന്നൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യം നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമ്മുടെ കടൽ ശോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കടൽ ശോഷണം. കുറച്ചു കാലമായിട്ട് കടലാക്രമണം ഇല്ല, നമ്മുടെ ഒരു ഭാഗ്യം. ശക്തമായ ആക്രമണങ്ങളില്ല, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അതുകൊണ്ട് ഇപ്പോൾ കടലെടുക്കുന്ന സ്ഥലങ്ങളിൽ ഭിത്തി നിർമ്മിക്കണം എന്നുള്ള ആവശ്യം. ഭിത്തി നിർമ്മാണത്തിന് വേണ്ടി നേരത്തെ നീക്കിവെച്ച പൈസ കൊണ്ടുള്ള ടെൻഡർ നടപടികൾ കരാറെടുക്കാത്ത സ്ഥിതിയുണ്ട്. അത് കരാറെടുക്കേണ്ടതുണ്ട്. കുറച്ച് ഭാഗം നിർമ്മിച്ചിട്ടുണ്ട്, ബാക്കി ഭാഗത്തുകൂടി നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളത്. മറ്റൊരു പ്രധാന സംഗതി, കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച തീരദേശ ഹൈവേ, ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. തീരദേശ ഹൈവേ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുള്ളതാണ്. ദേശീയപാതയെയും ഗുരുവായൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലമാണ് ചിങ്ങനാത്ത് പാലം. ആ ചിങ്ങനാത്ത് പാലത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വില നിശ്ചയിച്ചു കഴിഞ്ഞു. മറ്റു നടപടികളിലേക്ക് അത് കടന്നിരിക്കുകയാണ്. അത് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, കുണ്ടുവക്കടവ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഗുരുവായൂരിൽ നിന്ന് ചാവക്കാട് പട്ടണം ടച്ച് ചെയ്യാതെ ദേശീയപാത 66 പ്രവേശിക്കുന്ന ഒന്നാണ്. അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പൊന്നാനി കോൾ ഒരു പ്രധാനപ്പെട്ട നെൽകൃഷി മേഖലയാണ്. ആ പൊന്നാനി കോളിൻ്റെ വികസനത്തിന് വേണ്ടി 2 ചില്ലാനം കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഗൗരവപ്പെട്ട പ്രശ്നം, നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്, ദേശീയപാത 66 പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി നിരവധി സ്ഥലങ്ങളിൽ ഫുട് ഓവർ ബ്രിഡ്ജുകൾ അനിവാര്യമായി വന്നിരിക്കും. ഈ ഫുട് ഓവർ ബ്രിഡ്ജ് ഇതുവരെയായി വന്നിട്ടില്ല എന്നുള്ള വലിയ പ്രശ്നമാണ്. NHAIക്കാർ ഇക്കാര്യത്തിൽ വലിയ നിസ്സംഗതയാണ് തുടരുന്നത്. അത് അടിയന്തരമായി പൂർത്തീകരിക്കണം. ചിലയിടത്ത് അണ്ടർ പാസേജ് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെങ്കിലും മന്നലംകുന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അണ്ടർ പാസേജ് അവർ അനുമതി നൽകിയിട്ടില്ല. അതുപോലെ തന്നെ മന്നലംകുന്നിൽ നിന്ന് അല്പം കൂടി
വടക്കോട്ട് മാറി അണ്ടത്തോടിൻ്റെയും മന്ദലംകുന്നിൻ്റെയും ഇടയിൽ വരുന്ന AKG ചക്കലത്തുകാവ് റോഡ് പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് NHAയുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൊണ്ടുണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് പ്രശ്നം. ഇപ്പോൾ റോഡ് ഉയർത്തി, പക്ഷേ കാന ഉയർത്തിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മുല്ലത്തറയിൽ നടപ്പാതയില്ല, അതിൻ്റെ പ്രശ്നമുണ്ട്. അതൊക്കെ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. ചാവക്കാട് ചേറ്റുവ റോഡിലെ തങ്ങൾപ്പടി വരെയുള്ള പ്രദേശം തകർന്നു കിടക്കുന്ന റോഡ്, ആ റോഡ് ഇതുവരെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല. അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. നേരത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ പാസ്സായിട്ടുള്ള ചക്കങ്കണ്ടത്തെ സ്ലൂയിസ്, അതുപോലെ തന്നെ ചാവക്കാട് ബീച്ചിൻ്റെ ടൂറിസം വികസനം, ഗുരുവായൂരും പാലയൂരും മണത്തലപ്പള്ളിയും എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു പിൽഗ്രിം ടൂറിസം, നമ്മുടെ ചക്കങ്കണ്ടത്ത് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കായൽ ടൂറിസം, ചക്കങ്കണ്ടം അഴുക്കുചാൽ പദ്ധതി ശാസ്ത്രീയമായി അതിൻ്റെ നിർമ്മാണം മറ്റു നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല. വലിയ തോട് ഇപ്പോഴും മാലിന്യം ഒഴുകുകയാണ്. വലിയ തോടിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അഴുക്കജാൽ പദ്ധതി ശാസ്ത്രീയമായി പൂർത്തീകരിക്കുക എന്ന പ്രവർത്തനം, അമൃത് കുടിവെള്ള പദ്ധതി അതിൻ്റെ അടുത്ത ഘട്ടം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നമ്മുടെ നവകേരള ഫണ്ടിൽ ഉപയോഗപ്പെടുത്തിയുള്ള ചാവക്കാട് ടൗൺ ഹാള്, ചാവക്കാട്ടെ കളിസ്ഥലം ഉൾപ്പെടെയുള്ള ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ സർക്കാർ സ്കൂളുകളുടെയും കുടിവെള്ള പദ്ധതികളുടെയും ചില സ്ഥലങ്ങളിലെങ്കിലും കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നുണ്ട്, അത് പൂർത്തീകരിക്കൽ. ചേറ്റുവായിലെ രാമു കാര്യാട്ട് സിനിമാ സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീക്കി അത് പൂർത്തീകരിക്കൽ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടി ഈ 5 വർഷക്കാലത്തിനിടയിൽ പൂർത്തീകരിക്കണം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ചില MLA MP ഫണ്ടുകളുടെ പൂർത്തീകരണം, അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരള ഫിഷറീസ് സർവകലാശാലയുടെ ഒരു സബ് സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. അത് കൂടുതൽ മികവോടുകൂടി ആ സബ് സെൻറ്ററിൻ്റെ പ്രവർത്തനം ഒരു നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാക്കി പുത്തൻകടപ്പുറത്തെ ആ സ്ഥാപനം മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഉണ്ട്. ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചില ഒരു പുതിയ ഹാർബറൊക്കെ നമ്മൾ പ്രപ്പോസൽ കൊടുത്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല. അതേസമയത്ത് മുനക്കക്കടവിലെ ഹാർബറിൻ്റെ വികസനം, ചേറ്റുവ ഹാർബറിൻ്റെ വികസനത്തിന് വേണ്ടി കുറേ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പൂർത്തിയാക്കൽ, ഇതുൾപ്പെടെയുള്ള ചില പ്രവർത്തനങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളും. മറ്റൊന്ന് 600ഓളം കുടുംബങ്ങൾ തീരദേശത്ത് താമസിക്കുന്നുണ്ട് പുറമ്പോക്കിൽ. അവർക്ക് പട്ടയം കൊടുക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സർവേ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കി അവർക്ക് പട്ടയം കൊടുക്കുന്ന പ്രവർത്തനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി ചുരുക്കി പങ്കുവെക്കാനുള്ളത്. നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യമുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ പൊതുവായിട്ട് ഉള്ള ഒരു ശൗചാലയം ഇല്ല ഇവിടെ. ഉള്ളത് തന്നെ വളരെ മോശം സ്ഥിതിയിലാണ്. പിന്നെ ഇതാ ഇവിടെ കാണാം ഈ എന്താ പറയുക, നമ്മുടെ ഓട്ടോറിക്ഷകൾ ഇവിടെ എന്നും തിരക്കാണ്. എന്നും തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് എപ്പോഴും ബ്ലോക്കാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ഞായറാഴ്ചകളിൽ ഈ നാട്ടിലുള്ള ഒരാൾക്കും വണ്ടി എടുത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവിടുന്ന് നമ്മുടെ മമ്മിയൂർ മുതൽ ഒരു ചൂണ്ടൽ അല്ലെങ്കിൽ കിഴക്കേ നട വേൽപ്പാലം വരെയുള്ള ആ സ്ഥലത്ത് അരമണിക്കൂറാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം വൺ വേ ക്രമീകരിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകൾക്ക് പ്രത്യേകിച്ചൊരു പാർക്കിംഗ് ഏർപ്പെടുത്തും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് പാർക്കിംഗ്, ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ എന്താ പറയുക ട്രാഫിക് ബ്ലോക്ക് ആവാനുള്ള കാരണങ്ങളാണ്. അതൊക്കെ പ്രധാന വിഷയങ്ങളാണ് ഇവിടെ. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ MLA വിഭാവനം ചെയ്യുന്ന പദ്ധതികളും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പദ്ധതികളിൽ കൊണ്ട് ഗുരുവായൂർ മണ്ഡലം പുരോഗതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.